ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം ഞാൻ പറഞ്ഞു തരികയാണ്. എന്തിനാണ് ഇങ്ങനെ ഗീബത്തുകൾ പറയുന്നത്? ആലിമീങ്ങളെ കുറ്റം പറയാറുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചില നിഷ്പക്ഷമതികളൊക്കെ സംസാരിക്കാറുണ്ട്. അത് വേണോ എന്നൊക്കെ കേട്ടോ. എന്തിനാണ് വേദികളിൽ കെട്ടിക്കൊണ്ട് ചില തെറ്റുകൾ സമൂഹത്തിന് ഉണർത്തിക്കൊടുക്കേണ്ടത് ആവശ്യമാണോ അല്ലോ എന്ന് നിഷ്പക്ഷമതികളായ ആളുകൾ ചിന്തിക്കേണ്ടതുണ്ട്. ഫേസ്ബുക്കിലൂടെ, വാട്സപ്പിലൂടെ അല്ലെങ്കിൽ സംസാരങ്ങളിലൂടെ എന്തിനാണ് ആലിമീങ്ങളെ കുറ്റം പറയുന്നത്? എന്തിനാണ് ആലിമീങ്ങളെ തലപ്പാവുധാരികളെയൊക്കെ നിങ്ങൾ ഗീബത്ത് പറയുന്നത് എന്ന് നാഴികയ്ക്ക് 40 വട്ടം ചോദിക്കുന്ന ആളുകളുണ്ടല്ലോ. മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മോട് പഠിപ്പിക്കുന്നുണ്ട് 6 കൂട്ടം ആളുകളെ കുറിച്ച് ഗീബത്ത് പറയൽ അനുവദനീയമാണ്. 6 കൂട്ടം ആളുകളെ ഗീബത്ത് പറയാം, യാതൊരു കുഴപ്പമില്ല. അതിന് പ്രതിഫലമാണ് അല്ലാഹു നൽകാൻ പോകുന്നത്. വേണമെങ്കിൽ പണ്ഡിതന്മാരോട് ചോദിച്ചോ, ഇവിടെ ഒരുപാട് പണ്ഡിതന്മാരുണ്ടല്ലോ. ഇത് ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. തെറ്റുകൾ കാണുമ്പോൾ ഉണർത്തേണ്ടത് പണ്ഡിതന്മാരുടെ ധർമ്മമാണെന്ന് മറക്കാൻ പാടില്ല. ഫാത്തിഹ ഓതി യോഗം തുടങ്ങിയാൽ അത് വർഗീയ പാർട്ടിയാകുന്നു എന്നൊക്കെ പ്രസംഗിക്കാൻ തുടങ്ങിയാൽ ആലിമീങ്ങൾ മിണ്ടാതിരിക്കണമെന്നാണോ നിങ്ങളൊക്കെ പറയുന്നത്? എന്താണിതൊക്കെ? ഒരു ദിവസം നമ്മുടെ നിസ്കാരങ്ങളിൽ 17 തവണ ഫാത്തിഹ ഓതുന്ന നമ്മൾ അവരൊക്കെ വർഗീയവാദികളെന്നാണോ പറയാൻ പോകുന്നത്? അത് ഏറ്റവും വിഷമം നൽകുന്നത്. തലപ്പാവുധാരികളായ താടിവെച്ച ദീനിന്റെ സദസ്സുകളിൽ, ഇൽമിന്റെ മജ്‌ലിസുകളിൽ പ്രഭാഷണം നടത്തുന്ന ആളുകളൊക്കെ തോന്നിവാസം പറയാൻ തുടങ്ങിയാൽ നമ്മളൊക്കെ മിണ്ടാതിരിക്കണമെന്ന് പറയുന്നത് ഭൂഷണമാണോ? എന്താണ് നമ്മുടെ നാട്ടിലേക്ക് കഥ? എന്താണ് ഇങ്ങനെയൊക്കെ പറഞ്ഞു നടക്കുമ്പോൾ നമ്മൾ മിണ്ടാതിരിക്കുക? എന്നിട്ട് ചില ആളുകൾ പറയാ, ആലിമ്യങ്ങൾ ഇറച്ചി തന്ന ആലിമ്യങ്ങളെ കുറ്റം പറയാ. ഇങ്ങനെ മിണ്ടാതിരുന്നാൽ നമ്മുടെ നാട് ഫാസിസ്റ്റ് ദുർഭൂതങ്ങളുടെ കൈകളിൽ പെടുമെന്ന് മറക്കണ്ടാരും. 4-5 വർഷം കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്ക് മുസ്ലിമീങ്ങൾക്ക് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലുള്ള ദയനീയ അവസ്ഥയാണ് കാണാൻ പോകുന്നത്. നമ്മൾ കണ്ടുവല്ലോ, ഇറച്ചി കയറ്റുമതി നടത്തിയതിന്റെ പേരിൽ തന്റെ അടിച്ചവശരാക്കി തന്റെ ബൂട്ടുകളും തന്റെ കാലുകളും കൊണ്ട് നിലത്ത് കിടക്കവിടെ ശരീരത്തിന്റെ മുകളിൽ തന്റെ കാല് കയറ്റിക്കൊണ്ട് നാടിനെ നാണിപ്പിക്കുന്ന രീതിയിൽ ഫാസിസ്റ്റ് ദുർബോധങ്ങൾ നമ്മുടെ നാടിനെ ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് ഒത്താശ ചെയ്യുന്ന ആളുകൾക്കെതിരെ ശബ്ദിക്കാൻ പാടില്ലെന്നാണ് പറയുന്നത്. ആലോചിക്കേണ്ടതൊക്കെ. പണ്ഡിതന്മാര് പറയാ ഫാത്തിഹ ഓതി തുടങ്ങുന്ന യോഗങ്ങളൊക്കെ വർഗീയ യോഗങ്ങളാണ്. എന്നാൽ മുസ്ലിങ്ങളൊക്കെ വർഗീയവാദികളല്ലേ? നമ്മളൊക്കെ ഫാത്തിഹ ഓതാറുണ്ടല്ലോ നിസ്കാരത്തിൽ. എന്നിട്ട് പറയാ, ഞാൻ മാറ്റുന്നില്ല, ലാ ശക്ക, എനിക്കതിലൊരു സംശയമില്ല, എനിക്കതിലൊരു ഖേദമില്ല, എനിക്കതിലൊരു വിഷമമില്ല. ഞാൻ പറഞ്ഞത് സത്യം തന്നെയാണ്. ആ പാർട്ടിയും വർഗീയ പാർട്ടിയാണ്, അങ്ങനെ തുടങ്ങുന്നവരും വർഗീയവാദികളാണെന്ന്. അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. ഇങ്ങനെയൊക്കെ പോയാൽ പ്രശ്നമാണ്. അപ്പൊ ഞാൻ പറയുന്നത്, ഇങ്ങനെയൊക്കെ തോന്നിവാസം വിളിച്ചു പറയുന്ന ആളുകൾക്കെതിരെ നമ്മൾ ശബ്ദിക്കാതിരിക്കണമെന്നാണോ ഈ നിഷ്പക്ഷമതികളായ ചിന്താഗതിക്കാരൊക്കെ പറയുന്നത്? അല്ല, അവരെക്കുറിച്ച് പറയണമെന്നാണ് പരിശുദ്ധമായ ഇസ്ലാം പറയുന്നത്. ആരെക്കുറിച്ചൊക്കെ ഗീബത്ത് പറയാമെന്ന് പഠിക്കണം. 6 കൂട്ടം ആളുകളെ കുറിച്ച് നമ്മൾക്ക് ഗീബത്ത് പറയാൻ അനുവാദം തന്നിട്ടുണ്ട്. തലല്ലം വസ്തഇൻ വസ്തഫ്തി ഹദ്ദിർ വഅല്ലിഫ് വദ്കുറൻ ഫിസ്ഖൽ മുജാഹിർ. അത് വിശദീകരിക്കാൻ ഒരുപാടുണ്ട്. എങ്കിലും വളരെ ഷോർട്ടായിട്ട് ഞാനൊരു വിശദീകരണം തരികയാണ്. അത്തലല്ലുമു ഒന്നാമത്തെ വിഭാഗം. ഒരാൾ നിരപരാധിയായ ഒരാൾ ആക്രമിക്കപ്പെട്ടാൽ നാട്ടിലുള്ള ഭരണാധികാരികളോട് ആരാണോ ആക്രമിച്ചത് അവരെക്കുറിച്ച് കുറ്റം പറയുന്നതിൽ കുഴപ്പമില്ല. കേൾക്കുന്നുണ്ടോ? ഒരാൾ നിരപരാധിയായ ഒരാൾ ആരുമാവട്ടെ ഒരാൾ ആക്രമിക്കപ്പെട്ടാൽ അയാൾ മലുമീനാണോ ആക്രമിക്കപ്പെട്ട ഒരാളാണോ എങ്കിൽ ആരാണോ ആക്രമിച്ചത് അവരെക്കുറിച്ച് നാട്ടിന്റെ ന്യായാധിപന്മാരോട് ഉത്തരവാദപ്പെട്ട ആളുകളോട് ഗീബത്ത് പറയുന്നതിൽ കുറ്റം പറയുന്നതിൽ കുഴപ്പമില്ല എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ, ഗസാലി ഇമാമിനെ പോലെയുള്ള, നവവി ഇമാമിനെ പോലെയുള്ള പണ്ഡിതന്മാർ നമ്മോട് പഠിപ്പിക്കുന്നുണ്ട്. ഒന്നാമത്തെ വിഭാഗം ഓർക്കണം, മറക്കാൻ പാടില്ല. ഒന്നാമത്തെ വിഭാഗം ആക്രമിക്കപ്പെട്ട ആളുകൾ, ആക്രമിച്ച ആളുകളെ കുറിച്ച് ഗീബത്ത് പറയുന്നതിൽ കുഴപ്പമില്ല. ഈ 6 കാര്യം ചർച്ച ചെയ്യുമ്പോ നാട്ടിൽ നടക്കുന്ന പ്രഭാഷണ വേദികളൊക്കെ നല്ല വേദികളാണോ, പ്രതിഫലം ലഭിക്കുന്ന വേദികളാണോ എന്ന് എല്ലാവർക്കും തിരിച്ചറിയും. അത് പാടുണ്ടോ, അത് വേണോ എന്നൊക്കെ നമ്മൾക്ക് തിരിച്ചറിയും. ആരെക്കുറിച്ചൊക്കെ നമ്മുടെ മനസ്സിലേക്ക് വരുന്നുണ്ടോ അവരെക്കുറിച്ചൊക്കെ പറയണമെന്ന് തന്നെയാണ് ഈ 6 കാര്യങ്ങൾ നമ്മോട് ഉണർത്തുന്നത്. ആരും ആരെക്കുറിച്ചും പറയേണ്ട ആവശ്യമില്ല. ഈ 6 കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആരാണ് ഓടി വരുന്നത് അവരെക്കുറിച്ച് കുറ്റം പറയണമെന്ന് തന്നെയാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഒന്നാമത്തെ കാര്യം തലല്ലുമു. രണ്ടാമത്തെ കാര്യം അൽ-ഇസ്തിആനതു അലാ തഗ്യീരിൽ മുൻകർ. ഒരു തെറ്റ് നടക്കുന്നുണ്ട് എങ്കിൽ അതിനെ തടയാൻ വേണ്ടി, സഹായം ചോദിക്കാൻ വേണ്ടി ഗീബത്ത് പറയാം.
ഒരാൾ തെറ്റ് ചെയ്യുന്നുണ്ട്, ഒരാൾ കുറ്റം ചെയ്യുന്നുണ്ട്, ഒരാൾ തോന്നിവാസം ചെയ്ത് നടക്കുകയാണെങ്കിൽ അയാളുടെ കുറ്റങ്ങൾ ഇല്ലാതിരിക്കാൻ വേണ്ടി, അയാൾ നന്നാവാൻ വേണ്ടി, അയാളെ ആ തെറ്റിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടി മറ്റൊരാളുടെ അടുത്തേക്ക് ചെന്നുകൊണ്ട് അയാളോട് സഹായം ചോദിക്കാമെന്ന് മഹാനായ ഗസാലി ഇമാം നമ്മോട് പഠിപ്പിക്കുകയാണ്. الاستعانة على تغيير المنكر ورد العاصي إلى الصواب. തെറ്റുകാരൻ നന്മയിലേക്ക് നയിക്കാൻ വേണ്ടി ഗീബത്ത് പറയുന്നതിൽ കുഴപ്പമില്ല എന്ന് മഹാന്മാരായ പണ്ഡിതന്മാരാണ് പഠിപ്പിക്കുന്നത്. രണ്ടാമത്തെ വിഭാഗം പറഞ്ഞല്ലോ, അൽ-ഇസ്തിആനത്തു അലാ തഗ്യീരിൽ മുൻകർ. നിരന്തരമായി തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ അവരെ തെറ്റിൽ നിന്ന് മാറ്റി നിർത്തി നന്മയുടെ പാതയിലേക്ക് കൊണ്ടുവരാൻ, നന്മയുടെ സൽപന്ഥാവിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി മറ്റൊരാളോട് സഹായം ചോദിക്കുമ്പോൾ അയാളെ കുറിച്ച് കുറ്റം പറയുന്നതിൽ കുഴപ്പമില്ല എന്ന് പണ്ഡിതന്മാർ നമ്മോട് പഠിപ്പിക്കുകയാണ്. രണ്ടെണ്ണമായി. മൂന്നാമത്തേത് അൽ-ഇസ്തിഫ്താ, ഫത്വ ചോദിക്കാനും വേണ്ടി ഗീബത്ത് പറയാം. ഉദാഹരണത്തിന് ക്രൂരനായ ഒരു ഉപ്പ മകനെ ക്രൂരമായി ആക്രമിക്കുകയാണെങ്കിൽ നാട്ടിലുള്ള മുഫ്തിയോടോ നാട്ടിലുള്ള കാളിയോടോ പോയി പറയാം, വലമനി അബി, എന്റെ ഉപ്പ എന്നെ അടിക്കുന്നുണ്ട്. ഭാര്യയെ ഭർത്താവ് ദ്രോഹിക്കുന്നുണ്ടെങ്കിൽ ഭാര്യയ്ക്ക് കാളിയോടും മുഫ്തിമാരോടും പോയിക്കൊണ്ട് പരാതി പറയാം, ഭർത്താവിനെ കുറിച്ച് ഗീബത്ത് പറയാമെന്ന് മൂന്നാമത്തെ ഇനത്തിൽ പഠിക്കുകയാണത്. അൽ-ഇസ്തിഫ്താ വലമനി അബി, എന്റെ ഉപ്പ എന്നെ ആക്രമിക്കുന്നുണ്ട്, എന്റെ ഭർത്താവെന്നെ ആക്രമിക്കുന്നുണ്ട്, എന്റെ ഭാര്യ എന്നെ പീഡിപ്പിക്കുന്നുണ്ട്. ഇന്ന് സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യമുള്ള കാലമാണല്ലോ, ഭർത്താവിനെ ഭാര്യമാര് പീഡിപ്പിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കേട്ടിട്ടില്ലേ? എല്ലാ ഭരണവും നിയമമൊക്കെ പെണ്ണുങ്ങളെ കയ്യിലാണ്. ഒരു തെറ്റും ചെയ്യാത്ത ഭർത്താവിനെ കുറിച്ചൊക്കെ പോയി കേസ് കൊടുക്കുക. പൊന്ന് സഹോദരിമാര്, ഇവിടെ കോടതിയിൽ നിങ്ങൾ ജയിച്ചേക്ക്, അള്ളാഹുവിന്റെ കോടതിയിൽ രക്ഷപ്പെടാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? ഇതൊക്കെ തീരൂലേ? ഒരു സമയം കഴിയുമ്പോ പോലീസുകാരും കോടതിയൊക്കെ നമ്മളെ കൈയൊഴിയും. പിന്നെ അള്ളാഹുവിന്റെ കോടതിയാണെന്ന് മറക്കാൻ പാടില്ല. മൂന്നെണ്ണമായി. നാലാമത്തേത് വളരെ പ്രധാനപ്പെട്ടതാണ്, തഹ്ദീറുൽ മുസ്ലിമീന മിനശ്ശദ്ദി വനസീഹത്തുഹും. ചില ആളുകൾ തെറ്റ് ചെയ്ത് നടക്കുമ്പോൾ അവരെക്കുറിച്ച് മുസ്ലിമീങ്ങളായ ആളുകൾക്ക് മുന്നറിയിപ്പ് നൽകാൻ വേണ്ടി ഗീബത്ത് പറയാമെന്ന് പണ്ഡിതന്മാര് പഠിപ്പിക്കുകയാണ്. കേൾക്കുന്നുണ്ടോ? തഹ്ദീറുൽ മുസ്ലിമീന മിനശ്ശദ്ദി. നമ്മുടെ പള്ളികൾ ജുമഅ നടക്കുന്ന സമയത്ത് പോലീസുകാരെ കൊണ്ട് ഒരു RSSകാരൻ പോലും പോലീസുകാരന്റെ അടുത്ത് ചെന്നുകൊണ്ട് പള്ളികളെ പൂട്ടിപ്പിക്കാൻ പറഞ്ഞിട്ടില്ല. എന്നാൽ ജുമഅ നടക്കാതെ ചില പള്ളികൾ പൂട്ടപ്പെടുമ്പോൾ ഏത് മുസ്ലിമിനാണ് ഇവിടെ വിഷമം വരാതിരിക്കുന്നത്? മുസൽമാന്റെ ഹൃദയമായ നിസ്കാരങ്ങൾ പരിശുദ്ധമായ ജുമഅ സമയത്ത് നിർവഹിക്കാൻ കഴിയാതെ പോലീസുകാരൻ വന്ന് പള്ളി പൂട്ടിപ്പോകുമ്പോൾ നമ്മൾക്ക് ഖേദമില്ലേ? തഹ്ദീറുൽ മുസ്ലിമീന മിനശ്ശർരി. മുസ്ലിമീങ്ങളായ ആളുകളെ ഇന്നാലുന്ന ആളുകളുടെ ശർറിൽ നിന്ന്, അയാളുടെ തിന്മയിൽ നിന്ന്, അയാളുടെ തോന്നിവാസത്തിൽ നിന്ന് ബോധവൽക്കരണം നടത്താൻ വേണ്ടി ഗീബത്ത് പറയാമെന്ന് തന്നെയാണ് പണ്ഡിതന്മാർ പറയുന്നത്. അതുകൊണ്ട് നാഴികക്ക് 40 വട്ടം പണ്ഡിതന്മാരുടെ ഇറച്ചി ഭക്ഷിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ചിലക്കാനിൽ കരുതാരും. ഇനി അഞ്ചാമത്തേത് പറഞ്ഞത് ഒരാൾ പരസ്യമായി തെറ്റ് ചെയ്യുകയാണ്. പ്രത്യേകിച്ചിട്ട് സോഷ്യൽ മീഡിയകൾ ഫേസ്ബുക്കും വാട്സപ്പും ഒക്കെ ഉപയോഗിക്കുന്ന കാലത്ത് നുണകൾ പറഞ്ഞാൽ അത് പിടിക്കപ്പെടൂലേ? ഇല്ലേ? ഒരാൾ നുണ പറഞ്ഞു, എന്നിട്ട് നാളെ പറയാൻ ഞാൻ പറഞ്ഞിട്ടില്ല. അങ്ങനെ നുണ പറഞ്ഞ് പിടിക്കപ്പെടില്ലേ? സോഷ്യൽ മീഡിയകളൊക്കെ ഉപയോഗിക്കുന്ന കാലമാണ്. അങ്ങനെ ഒരാൾ പരസ്യമായി നുണ പറയുന്നവരോ പരസ്യമായി തെറ്റ് ചെയ്യുന്ന ആളുകളോ നമ്മുടെ സമൂഹത്തിലുണ്ടെങ്കിൽ രഹസ്യമായി തെറ്റ് ചെയ്യുന്നവർ, രഹസ്യമായി തെറ്റ് ചെയ്യുന്നത് പറയാൻ പാടില്ല. അങ്ങനെ ഒരു വേദിയിൽ പറയാറില്ല, അല്ലേ? ചില ആളുകൾ രഹസ്യമായി നാട്ടുകാരറിയാതെ തെറ്റ് ചെയ്യുന്നുണ്ട്. അതെവിടെയും വിളിച്ചു പറയാറില്ല. അത് പാടില്ല. അത് അള്ളാഹുവിന്റെ കോപമുള്ള കാര്യമാണ്. അള്ളാഹു മറച്ചു വെച്ചതിനെ നമ്മളെങ്ങാനും പരസ്യമാക്കിയാൽ അള്ളാഹു നമ്മെ വെറുതെ വിടൂല. എന്നാൽ പരസ്യമായി തെറ്റ് ചെയ്യുന്ന ആളെ കണ്ടാൽ അവരെ നമ്മൾക്ക് സമൂഹ മധ്യത്തിൽ വിളിച്ചു കൊണ്ടുവന്ന് അവർക്കെതിരെ ശബ്ദിക്കാമെന്ന് തന്നെയാണ് പരിശുദ്ധമായ ഇസ്ലാം പഠിപ്പിക്കുന്നത്. മുജാഹിറും ബിഫിസ്കി, നമ്മൾക്കറിയാലോ നുണ പറയുന്നത് തെമ്മാടിത്തരമാണ്. കള്ളം പറയുന്നത്, നുണ പറയുന്നത് പച്ച തെമ്മാടിത്തരമാണ്. എന്നിട്ട് പരസ്യമായി നുണ പറയുന്ന ആളുകൾ, പരസ്യമായി തെറ്റ് ചെയ്യുന്ന ആളുകൾ, ഇങ്ങനെയുള്ള ആളുകൾ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള ആളുകളെ കുറിച്ച് സമൂഹത്തിന്റെ ബോധവൽക്കരണം നടത്തുവാനും അവരെക്കുറിച്ച് ഗീബത്ത് പറയുന്നതിൽ യാതൊരു കുഴപ്പവുമില്ല എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിക്കുകയാണ്. ഇനി ആറാമത്തേത് അത്താരീഫ്. ഒരു കുള്ളനായ ഒരാളാണ്,
കുള്ളെന്നല്ല പറയാ? കുറിയ മനുഷ്യനെ കുറിച്ച് എന്താ പറയാ നിങ്ങളുടെ നാട്ടിൽ? കാസർഗോഡ് കുള്ളെന്നാ പറയാ. എന്താ അങ്ങനല്ലേ? ഒരു നീളില്ലാത്ത ഒരു കുറിയ മനുഷ്യനാണ്. അപ്പൊ നമ്മൾ അയാളെ കുറിച്ച് എന്താ പറയാ? അങ്ങനെയാണ് അയാൾ അറിയപ്പെടുന്നത്. കണ്ണുപൊട്ടനായ ഒരാൾ, അയാളെ കുറിച്ച് നമ്മൾ കണ്ണുപൊട്ടൻ എന്ന് പറയുന്നതിൽ കുഴപ്പമില്ല. വാപ്പൊട്ടനായവരാണ്, അയാളെ കുറിച്ച് വായപ്പൊട്ടൻ എന്ന് പറയുന്നതിൽ കുഴപ്പമില്ല. അങ്ങനെ അന്ധൻ എന്ന വിശേഷണത്തിലൊക്കെ അറിയപ്പെടുകയാണെങ്കിൽ അങ്ങനെ പറയുന്നതിലും കുഴപ്പമില്ല. ഈ 6 കൂട്ടം ആളുകളെ കുറിച്ച് ഗീബത്ത് പറയുന്നതിൽ യാതൊരു കുഴപ്പവുമില്ല എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിക്കാൻ. സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയാണ് ഇതൊക്കെ. അതുകൊണ്ട് ഒന്നും കൂടി ആവർത്തിക്കുന്നില്ല, എന്റെ മുമ്പിൽ സമയമില്ല, ഞാനത് എന്റെ വാക്കുകൾ ഉപസംഹരിക്കാൻ പോവാണ്. ഈ 6 കൂട്ടം മറക്കാൻ പാടില്ല. ഏതൊക്കെ ഒന്നും കൂടി ഞാൻ പറയാം. അത്തവല്ലുമോ, ആക്രമിക്കപ്പെട്ട ഒരാൾക്ക് ആരാണോ ആക്രമിച്ചത് അയാളെ കുറിച്ച് ഉത്തരവാദപ്പെട്ട ആളുകളോട് പറയുന്നതിൽ കുഴപ്പമില്ല. 2, തെറ്റ് ചെയ്യുന്ന ഒരാളെ തെറ്റിൽ നിന്ന് മാറ്റി നന്മയുടെ പാതയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി മറ്റൊരാളുടെ സഹായം ചോദിക്കുമ്പോൾ അയാളുടെ കുറ്റങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കേണ്ടി വരും. കുഴപ്പമില്ല. ഒരാളിങ്ങനെ തെറ്റ് ചെയ്ത് നടക്കാൻ, അപ്പൊ ഇയാളോട് ഡയറക്റ്റ് പറയാൻ പേടിയാണ്. മറ്റൊരാളോട് ഇപ്പൊ ഇയാൾ ഇന്ന് തെറ്റൊക്കെ ചെയ്യുന്നുണ്ട്, നിങ്ങളൊന്ന് ഉപദേശിക്കണേ, നന്നാക്കണേ എന്നൊക്കെ പറയുന്നതിന് കുഴപ്പമില്ല. തെറ്റുകാരെ നന്മയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി പറയാം. 3-ാമത്തേത് അൽ-ഇസ്തിഫ്താഹ്, ഫത്വ ചോദിക്കാൻ വേണ്ടി പറയാം. 4-ാമത്തേത് തിന്മ ചെയ്യുന്ന ആളുകളെ സമൂഹ മധ്യത്തിൽ വെച്ച് അയാൾ കാപട്യമാണ് ചെയ്യുന്നത്, മുനാഫിഖീങ്ങളുടെ ആളാണ്, അയാൾ തെറ്റാണ് സമൂഹത്തിൽ കൊണ്ടുവരുന്നത് എന്ന് സമൂഹത്തിന്റെ മുമ്പിൽ അറിയിക്കാൻ വേണ്ടി ഗീബത്ത് പറയുന്നതിൽ കുഴപ്പമില്ല. പക്ഷേ അങ്ങനെ പറയുന്ന ആളുകളുടെ ലക്ഷ്യം ഇന്നാലിന്ന ആളെ താറടിക്കാനാവരുത്, ഇന്നാലിന്ന വ്യക്തിയെ കരിവാരിത്തേക്കാനാവരുത്. ലക്ഷ്യമുണ്ടായിരിക്കണം, അള്ളാഹു ആയിരിക്കണം. അയാൾ ഇങ്ങനെയുള്ള തെറ്റുമായി പോയാൽ, ഇങ്ങനെയുമുള്ള തെറ്റ് തുടർന്നാൽ സമൂഹത്തിൽ ഒരുപാട് ആളുകൾ വഞ്ചിക്കപ്പെടും, ഒരുപാട് ആളുകൾ സത്യമാണെന്ന് പറഞ്ഞ് കൂടി നിൽക്കും. അങ്ങനെ അവർക്ക് ബോധവൽക്കരണം നടത്താൻ വേണ്ടി പറയുന്നതിൽ കുഴപ്പമില്ല. 5-ാമത്തേത് പരസ്യമായി തെറ്റ് ചെയ്യുന്നവരെ ഇങ്ങനെ വേദി കെട്ടിയിട്ട് നമ്മൾ ഗീബത്ത് പറയുന്നതിൽ കുഴപ്പമില്ല. 6-ാമത്തേത് പിന്നെ എന്തെങ്കിലും കണ്ണുപൊട്ടൻ എന്ന വിശേഷണമൊക്കെ അറിയപ്പെടുന്ന ആളുകളാണെങ്കിൽ അവരെ കുറിച്ച് അങ്ങനെ പറയുന്നതിലും കുഴപ്പമില്ല എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിക്കുകയാണ്. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് 3 കൂട്ടം നോമ്പുകളാണ് അല്ലെ? 1-ാമത്തെ നോമ്പ് ഒരിക്കലും സ്വീകരിക്കുമെന്ന് യാതൊരു ഉറപ്പുമില്ല. 3-ാമത്തെ നോമ്പ് നമ്മളെ കൊണ്ട് സാധിക്കുകയുമില്ല. ഇനി 2-ാമത്തെ നോമ്പ്, ആ നോമ്പാണല്ലോ നമ്മൾ ചർച്ച ചെയ്യുന്നത്. അത് അല്ലാഹു സ്വീകരിക്കുമെന്നുറപ്പാണ്. അതിന് 6 കാരണങ്ങളാണ് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മോട് പഠിപ്പിച്ചു തരുന്നത്. 6 കാരണങ്ങൾ സൂക്ഷിച്ചാൽ നമ്മുടെ നോമ്പ് അല്ലാഹു സ്വീകരിച്ചു എന്ന് നമ്മൾ ഉറപ്പിക്കാൻ പറ്റുന്ന സഹോദരങ്ങളെ. അതുകൊണ്ടാണ് എപ്പോഴും പറയുന്നത്